നമസ്കാരം. ഇന്ന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, എന്താണ് യൂണിറ്റ് എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡയമെൻഷൻ. ഈ ഡയമെൻഷൻ വഴി നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ സാധ്യമാവും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ പാഠത്തിലെ പഠന വിഷയം. വി മേ സ്ട്രേറ്റ് അവേ സ്റ്റാർട്ട് അവർ ലെസൺ. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണൽ അഥവാ SI സിസ്റ്റത്തിൽ ദർ ആർ 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് തന്നെ മാസ്, ലെങ്ത്, ടൈം എന്ന് പറയുന്നതാണ് മെക്കാനിക്സിലെ, ഫിസിക്സിൻ്റെ ബ്രാഞ്ചായ മെക്കാനിക്സിലെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അഥവാ മെക്കാനിക്സിലെ ഡയമെൻഷനായിട്ട് ഇവ കൂട്ടാവുന്നതാണ് ഡയമെൻഷൻ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഡയമെൻഷൻ അനാലിസിസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡയമെൻഷൻ ഓർ ഡയമെൻഷൻസ്? Dimensions of a physical quantity are the powers to which the fundamental units of mass, length and time must be raised to represent the given physical quantity. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ എഴുതാൻ കഴിയുകയാണെങ്കിൽ ആ എഴുതുന്നതിലെ പവേഴ്സ് ആണെന്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ എഴുതുകയാണെങ്കിൽ അവയുടെ പവേഴ്സിനെ എന്ത് പറയുന്നു? നമുക്ക് ഡയമെൻഷൻ എന്ന് പറയാം. നമുക്കിതൊരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഏരിയ, റൈറ്റ്? ഏരിയ ഈസ് ഈക്വൽ ടു വാട്ട്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് എന്ന് പറയുന്നത് എല്ലാം നമുക്കറിയാം, ഡയമെൻഷൻ L വരും. ബ്രെഡ്ത്തും ഒരു ലെങ്ത് മെഷർമെൻ്റ് ആണ്, എഗെയിൻ L. സോ L ഇൻറ്റു L ഈസ് ഈക്വൽ ടു നമുക്ക് L സ്ക്വയർ എന്ന് എഴുതാം. L ഇൻറ്റു L ഈസ് L സ്ക്വയർ. സോ L സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഈ L സ്ക്വയറിലെ 2 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ മാസ് ഉണ്ടോ? മാസ് ഇല്ല. ടൈം ഉണ്ടോ? ടൈമും ഇല്ല. ഏരിയയിൽ എന്തില്ല? മാസിൻ്റെയും പ്രസൻസ് ഇല്ല, ടൈമിൻ്റെയും പ്രസൻസ് ഇല്ല. അപ്പോൾ മെക്കാനിക്സിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും മാസും ടൈമും പ്രസൻ്റ് ആയിട്ടില്ല ഏരിയയിൽ, ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? m⁻0 എന്ന് എഴുതാം. കാര്യം മാസ് പ്രസൻ്റ് അല്ലല്ലോ, ബിക്കോസ് a⁻0 is 1. അപ്പോൾ m⁻0, l⁻2, t⁻0 എന്ന് എഴുതാം, റൈറ്റ്? ഈ രീതിയിൽ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. ഈ യഥാർത്ഥത്തിൽ ഈ m⁻0, l² t⁻0 എന്നതിൻ്റെ പേര് ഡയമെൻഷണൽ ഫോർമുല എന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഇനി വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ ഏരിയ? ഏരിയയിൽ മാസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? മാസിൻ്റെ ഡയമെൻഷൻ 0 ആണ്. നമ്മൾ കണ്ടല്ലോ, m⁻0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Then what is the dimension of length in area? L സ്ക്വയർ ആണ്, l⁻2 ആണ്. അപ്പോൾ എത്രയാണ് പവർ Lൻ്റെ? 2. അപ്പോൾ what is the dimension of length? It is 2. Similarly, what is the dimension of time? ടൈമിൻ്റെ പവർ എത്രയാണ്? 0 ആണ്. സോ ഡയമെൻഷൻ ഓഫ് ടൈം ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 0. ഈ രീതിയിൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളിലെ അതിൻ്റെ മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ലെങ്ത് മെഷർമെൻ്റ് ആണ്. സോ L/T എന്ന് എഴുതാം. മാസിൻ്റെ പ്രസൻസ് ഉണ്ടോ വെലോസിറ്റിയിൽ? ഇല്ല, മാസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് m⁻0 എന്നതിന് മുമ്പായിട്ട് ഇതിനെ മാറ്റി എഴുതാം. L⁻t⁻1 മാറ്റി എഴുതാം. ദാറ്റ് ഈസ് m⁻0, l⁻1, t⁻−1. ഇതാണ് എന്ത്? ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല m⁻0, l⁻1, t⁻−1 ആണ്. ദെൻ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ വെലോസിറ്റി? വെലോസിറ്റിയിലുള്ള മാസിൻ്റെ ഡയമെൻഷൻ എത്ര? മാസിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, അഥവാ മാസിൻ്റെ പവർ എത്രയാണ്? 0 ആണ്. സോ ഈക്വൽ ടു 0. Then what is the dimension of length in velocity?
നമ്മൾ കണ്ടു കഴിഞ്ഞു എൽ റേസ് ടു 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ടൈം ഇൻ വെലോസിറ്റി? എൽ റേസ് ടു -1, പവർ -1 ആണ്. സോ ഇസ് ഈക്വൽ ടു -1. ഈ രീതിയിൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാനും അവയുടെ ഡയമെൻഷൻ കണ്ടെത്താനും കഴിയും. ഓക്കെ, ഇതാണ് ഡയമെൻഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്ന വാക്ക്. സോ വാട്ട് ഈസ് ഡയമെൻഷണൽ ഫോർമുല? ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ആൻ എക്സ്പ്രഷൻ telling us how and which of the fundamental quantities enter into the unit of that quantity. അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ ഏതെല്ലാം ഘടകങ്ങളാണ്, മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ഏതെല്ലാം ഘടകങ്ങളാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് എന്ത്? ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ഹൗ ആൻഡ് വിച്ച് അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ വഴി കാണാൻ പറ്റും. സോ ഡയമെൻഷൻ ഫോർമുല വെലോസിറ്റി ഈസ് നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്താണ്? m⁻²0 l⁻²1 t⁻⁻1. സോ ഹൗ ആൻഡ് വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, എങ്ങനെ, ഏത് ക്വാണ്ടിറ്റി എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും മാസ് അടങ്ങിയിട്ടുണ്ടോ? ഇല്ല, മാസ് അടങ്ങിയിട്ടില്ല. അപ്പോൾ വിച്ച് ഓഫ് ദി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ഇല്ല, ലെങ്ത്തും ഉണ്ട്, ടൈമും ഉണ്ട്. റൈറ്റ്? ഇനി ഹൗ, എങ്ങനെയാണ് അടങ്ങിയിട്ടുള്ളത്? അതിൻ്റെ ഉത്തരമാണ് എൻ്റെ പവർ. ഹൗ ലെങ്ത് ഈസ് ഇൻവോൾവ് ഇൻ വെലോസിറ്റി. സോ ലെങ്ത് ഈസ് ഇൻവോൾവ് ഇൻ വെലോസിറ്റി with a power equal to 1. How time is involved in velocity? Time is involved in velocity with a power -1. അതാണ് ഹൗ ആൻഡ് വിച്ച് എന്ന വാക്കുകളുടെ മീനിങ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് വെലോസിറ്റി ഈസ് m⁻⁴ l⁻⁴ t⁻⁻1. അപ്പോൾ വിച്ച് ഓഫ് ദി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതാണ് എമ്മും എല്ലും ടിയും ഏതെല്ലാം ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും എം അടങ്ങിയില്ല, m⁻⁴. അപ്പോൾ എം ഇല്ല. So which are the quantities present? Only length and time. How they are present? Length is involved with the power 1 and time is involved with the power -1. Adana how and which എന്നതിന്റെ meaning. Then once we know the dimensional formula of a physical quantity, we can find the dimensional equation. And there is a very small difference between dimensional formula and dimensional equation. When we equate a physical quantity with its dimensional formula, it is called dimensional equation. Dimensional equation of a physical quantity is an equation showing the physical quantity with its dimensions. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഡയമെൻഷണൽ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? സാധാരണ ഇക്വേഷൻ മീൻസ് LHSലുള്ള ക്വാണ്ടിറ്റിയും RHSലുള്ള ക്വാണ്ടിറ്റിയും തുല്യമാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് എന്ത്? എല്ലായ്പ്പോഴും ഒരു ഇക്വേഷൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഏരിയ. റൈറ്റ്? ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു നേരത്തെ. ഏരിയ ഈസ് ഈക്വൽ ടു m⁻⁴ l² t⁻⁴. ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഏരിയ. അപ്പോൾ LHSൽ എന്തുണ്ട്? LHSൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, RHSൽ ഡയമെൻഷൻ ഫോർമുല ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ ഡയമെൻഷൻ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഇനി മറ്റൊന്നാണെന്ത്? വെലോസിറ്റി. വെലോസിറ്റി നമുക്ക് കണ്ടു കഴിഞ്ഞാണ് m⁻⁴ l⁻⁴ t⁻⁻1. ഇതാണ് എന്ത്? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു m⁻⁴ l⁻⁴ t⁻⁻1 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷനാണ്. മറ്റൊന്ന് ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്, നമുക്കറിയാം. റൈറ്റ്? മാസ് എന്താണ്? എം ആണ്. വോളിയം എന്ത് വരും? l³ വരും. എങ്ങനെ വരുന്നത്? വോളിയം ഈസ് ഈക്വൽ ടു സാധാരണ l⁻b⁻h അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇത് ലെങ്ത് മെഷർമെൻറ്റ്, എൽ ലെങ്ത് മെഷർമെൻ്റ് ആണ്, ബ്രെഡ്ത്ത് ലെങ്ത് മെഷർമെൻ്റ് ആണ്, ഹൈറ്റും ഒരു ലെങ്ത് മെഷർമെൻ്റ് ആണ്. അപ്പോൾ l⁻l⁻l ഈസ് l³. അങ്ങനെയാണ് അത് l³ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m l⁻⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു what? m⁻⁴ l⁻⁻3 t⁻⁻0.
സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു m raised to 1 l raised to minus 3 t raised to 0 എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഡെൻസിറ്റി. Now, so here you have a list of physical quantities and their corresponding dimensional formula. അപ്പോൾ ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സലറേഷൻ, ദെൻ ഫോഴ്സിന് ശേഷം എനർജി, വർക്ക്. അപ്പോൾ കാണാൻ കഴിയും എനർജിക്കും വർക്കിനും ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ്, റൈറ്റ്? ദെൻ ഫ്രീക്വൻസി, പ്രഷർ, ടോർക്ക്, കപ്പിൾ. കണ്ടല്ലോ, ടോർക്കിനും കപ്പിളിനും ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ കപ്പാസിറ്റൻസ്, ഇലക്ട്രിക് കറണ്ട്, ഇതെല്ലാം നിങ്ങൾ അടുത്ത വർഷം +2 പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അവയുടെ ഡയമെൻഷണൽ ഫോർമുലകളും. ഇത് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യുക, നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നതാണ്. Now we can find a list where there are different physical quantities with the same dimensional formula. ഒരേ ഡയമെൻഷണൽ ഫോർമുലയുള്ള വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇതെല്ലാമാണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി, ഗ്രേഡിൻ്റെ എല്ലാത്തിനും എന്താണ് ഡയമെൻഷൻ ഈസ് m raised to 0, l raised to 0, t raised to -1. അതുപോലെ വർക്ക് എനർജി, അല്ലെ, വർക്ക് എനർജി മീൻസ് അത് ഇന്റേണൽ എനർജി ആവാം, പൊട്ടൻഷ്യൽ എനർജി ആവാം, കൈനറ്റിക് എനർജി ആവാം, പിന്നെ ടോർക്ക്, മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഇതിനെല്ലാം എന്താണ് ഒറ്റ ഡയമെൻഷൻ ഇക്വേഷനേ ഉള്ളൂ, ഡയമെൻഷൻ ഫോർമുലയേ ഉള്ളൂ. ഏതാണ്? m raised to 1, l square, t raised to -2. So there are several physical quantities which are having the same dimensional formula. അപ്പോൾ ഈ ഫോർമുലകളും അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഓർത്തിരിക്കണം. ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരാറുണ്ട്. ഇനി എന്താണ് ഇവയുടെ ഉപയോഗം? വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്? ദ ഫസ്റ്റ് വൺ ഈസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ വഴി അത് മനസ്സിലാക്കാൻ പറ്റും. S is equal to ut plus half a t square. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. S equal to ut plus half a t square. നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കാം നമുക്ക് നോക്കാം. Where S is displacement, u is velocity, t is time and a is acceleration. നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡയമെൻഷൻ കാണുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? S ആണുള്ളത്. S is displacement, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ എന്താ അതിന് ഡയമെൻഷണൽ ഫോർമുല വരുന്നത്? m raised to 0, l t raised to 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഡയമെൻഷൻ ഫോർമുല കണ്ടു കഴിഞ്ഞു. ഇനി RHS റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഡയമെൻഷൻ നമുക്ക് നോക്കാം. പക്ഷേ ഡയമെൻഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ut ഉണ്ട്, ഹാഫ് a t സ്ക്വയർ ഉണ്ട്. അപ്പോൾ ut ഒരു ടേമാണ്, ഹാഫ് a t സ്ക്വയർ വേറൊരു ടേമാണ്. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോർമുല കാണണം. ഫസ്റ്റ് നമുക്ക് യുടെ ഡയമെൻഷണൽ ഫോർമുല കാണാം. u എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ? l t raised to -1. പിന്നെ t എന്താ? ടൈമിന് t തന്നെയാണ് വരുന്നത്. സോ t raised to 1. അപ്പോൾ -1ഉം +1 എത്ര? 0 ആയിട്ട്. അപ്പോൾ l t raised to 0. അപ്പോൾ t ഇല്ല, l മാത്രമേ ഉള്ളൂ. സോ l raised to 1 മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ മാറ്റി എഴുതാം. m raised to 0, l raised to 1, t raised to 0 എന്ന് മാറ്റി എഴുതാം. ഇനി അടുത്ത ഏതാണ്? ഹാഫ് a t സ്ക്വയർ. ഹാഫ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, 1/2 ഡയമെൻഷനൊന്നുമില്ല. ഈ ആക്സലറേഷൻ ആണ്, അത് നമുക്കറിയാം. l t raised to -2 ആണ്. പിന്നെ t സ്ക്വയർ തന്നെയാണ് കിട്ടുക. അപ്പോൾ -2 + 2 അഗെയിൻ t raised to 0 എന്ന് വരും. അഥവാ ടിക്ക് ഡയമെൻഷൻ ഒന്നുമില്ല. സോ അഗെയിൻ വി ക്യാൻ റൈറ്റ് വാട്ട്? m raised to 0, l raised to 1, t raised to 0 എന്ന് എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാൻ പറ്റും എല്ലാ ടേംസിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്, അല്ല ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്, റൈറ്റ്? m raised to 0, l raised to 1, t raised to 0 ആണ് എല്ലാ ടേമിൻ്റെയും. ഡിസ്പ്ലേസ്മെൻറ്റ് എസിൻ്റെയും ut-യുടെയും ഹാഫ് a t സ്ക്വയർ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ ഡയമെൻഷൻ ഫോർമുല എല്ലാ ടേമിൻ്റെയും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് പറയാം. So we can write the dimensions of each term of LHS and RHS are same. So the equation is dimensionally correct. ഈ equation dimensionally correct ആണ്.
ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ടേമിൻ്റെ ഡയമെൻഷൻ ഫോമുല വ്യത്യാസപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓഫ് LHS ആൻഡ് RHS ആർ നോട്ട് സെയിം, സോ ദ ഇക്വേഷൻ ഈസ് നോട്ട് സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി നോട്ട് കറക്റ്റ് എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ വെച്ച് അനാലിസിസ് നടത്തിയിട്ടാണ് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയാറുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്നുള്ളതാണ്. എന്താണത്? ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേംസ് ഓൺ ദി ടു സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ ആർ ദി സെയിം. ഇറ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അപ്പോൾ LHSലെയും RHSലെയും ഓരോ ടേമിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. അങ്ങനെ സെയിം ആവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇക്വേഷൻ കറക്റ്റാന്ന് പറയാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ ഒരേ ഡയമെൻഷൻ തന്നെയാണോ വരുന്നതെന്ന് പരിശോധിക്കുന്നതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ കറക്റ്റാണെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ്, വൺ അല്ല, എന്താണ്? ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ സിസ്റ്റംസ് പഠിച്ചു കഴിഞ്ഞു. SI സിസ്റ്റം, CGS, FKS അല്ലെ MKS, FKS അല്ലെ FPS. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ, ഇപ്പോൾ ഉദാഹരണം SI സിസ്റ്റത്തിൽ നിന്ന് MKSലേക്കോ FPSലേക്കോ അങ്ങനെ വേറൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും യൂണിറ്റിനെ. നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഫ്രം SI ടു CGS. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് അറിയാം SIയിൽ എന്താണത്? ന്യൂട്ടൺ ആണ്. അപ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്ന SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് CGSലേക്ക് മാറ്റണം. CGS നമുക്കറിയാം, അവിടെ ലെങ്ത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ്, മാസ് ഗ്രാമിലാണ്, ടൈം സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C ഈക്വൽ ടു N2 M2 റേസ് ടു A, L2 റേസ് ടു B, T2 റേസ് ടു C. ഇവിടെ N1 N2 എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുകയാണെങ്കിൽ ആ 1 എന്താണ്? ന്യൂട്ടൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHSലുള്ളത് നമ്മുടെ അറിയുന്ന സിസ്റ്റം, അതേതാണ്? SI സിസ്റ്റമാണ്, റൈറ്റ്? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അറിയുന്ന SI സിസ്റ്റവും റൈറ്റ് ഹാൻഡ് സൈഡ് RHSൽ നമുക്ക് കൺവേർട്ട് ചെയ്യപ്പെടേണ്ട CGS സിസ്റ്റമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് N1 ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ, റൈറ്റ്? N2 നമുക്ക് അറിയില്ല. N2 എവിടെ വരുന്നത്? N2 ഉള്ളത് CGSലെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ CGSലുള്ള മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലെ 1 ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് CGSൽ എത്ര ഉണ്ടായിരിക്കും, അഥവാ അതിൻ്റെ യൂണിറ്റ് എത്ര, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി SIയിൽ എങ്ങനെയാണ്? M മാസ് കിലോഗ്രാമിലാണ്, ലെങ്ത് മീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്. CGSലാകുമ്പോൾ അത് ഗ്രാമും സെൻറ്റിമീറ്ററും സെക്കൻഡുമാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ ഡയമെൻഷനൽ ഫോർമുല ഓഫ് ഫോഴ്സ് ഇൻ SI സിസ്റ്റം? ഇറ്റ് ഈസ് MLT റേസ് ടു -2 ആണ്, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞു ABC എന്ന് പറയുന്നത് മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും എന്താണ്? ഡയമെൻഷനാണ്. സോ കമ്പയറിങ് ദിസ് യു ക്യാൻ സി വാട്ട് ഹിയർ A ഈസ് ഈക്വൽ ടു 1, B എന്ന് പറയുന്നത് Lൻ്റെ പവറാണ്. സോ B ഈസ് ഈക്വൽ ടു 1. C എന്താണ്? C എന്ന് പറയുന്നത് Tയുടെ പവറാണ്. C ഈസ് ഈക്വൽ ടു -2. അപ്പോൾ A ഈക്വൽ ടു 1, B ഈസ് ഈക്വൽ ടു 1, C ഈസ് ഈക്വൽ ടു -2. എമ്മിൻ്റെ പവറാണെന്ത് A, Lൻ്റെ പവറാണ് B, Tയുടെ പവറാണ് C. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് എഴുതാം, ഈ ഇക്വേഷൻ മാറ്റി എഴുതാം. N1 എന്ന് പറയുന്നത് എന്താ? 1 ന്യൂട്ടനാണ്. സോ N1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു, ഇനി SIയിൽ എന്താണ് മാസ്? SIയിലെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിലാണ്. സോ കിലോഗ്രാം റേസ് ടു A എന്താണ്? A എന്ന് പറയുന്നത് 1 ആണ്. സോ കിലോഗ്രാം റേസ് ടു 1. പിന്നെ L1 റേസ് ടു B, L എന്ന് പറയുന്നത് SIയിൽ മീറ്റർ ആണ്. സോ മീറ്റർ റേസ് ടു B ഈസ് 1. നെക്സ്റ്റ് T1 റേസ് ടു C, T എന്ന് പറയുന്നത് SIയിൽ സെക്കൻഡിലാണ്. സോ S റേസ് ടു C -2, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു N2 നമുക്കറിയില്ല, അതായത് CGSലെ യൂണിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയില്ല. നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ യൂണിറ്റ് നമുക്ക് അറിയില്ല, മാഗ്നിറ്റ്യൂഡ് അറിയില്ല. സോ N2 ഇൻറ്റു, ഇനി മാസ് എങ്ങനെയാണ്? മാസ് എന്ന് പറയുന്നത് ഗ്രാമിലാണ്, റൈറ്റ്? CGSൽ മാസ് ഗ്രാമിലാണ്. സോ G റേസ് ടു 1 എന്ന് പറയാം.
ഇനി ലെങ്ത് എങ്ങനെയാണ്? സെൻറ്റിമീറ്ററിലാണ്. സോ സെൻറ്റിമീറ്റർ റേസ് ടു ബി അഥവാ സെൻറ്റിമീറ്റർ റേസ് ടു 1. പിന്നെ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. സോ എസ് റേസ് ടു -2 അല്ലെ, സി എന്ന് പറയുന്നത് -2 ആണ്. ഇനി നമുക്ക് n2 കാണണം. n2 എങ്ങനെ കാണാം? n2 is equal to, നമ്മൾ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് n2? n2 is equal to m1 raised to a by m2 raised to a എന്ന് എഴുതാം. l1 raised to b divided by l2 raised to b, t1 raised to c divided by t2 raised to c. അങ്ങനെയാണെങ്കിൽ n2 എങ്ങനെ എഴുതാം? കിലോഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം അല്ലേ, the whole raised to 1. അതുപോലെ മീറ്റർ, കിലോഗ്രാം എന്ന് പറയുന്നത് എസ് ഐയിലെയും ഗ്രാം എന്ന് പറയുന്നത് സി ജി എസിലെയും യൂണിറ്റ്സ് നമുക്കറിയാം, ഇൻറ്റു മീറ്റർ ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ ദ ഹോൾ പവർ 1, പിന്നെ t1 ബൈ t2 അത് എസ് ബൈ എസ് ഹോൾ പവർ -2. ഇനി നമുക്ക് എന്താ പറഞ്ഞത്? നമുക്ക് സി ജി എസിലേക്കാണ് മാറ്റാനുള്ളത് അല്ലേ. സി ജി എസിലേക്ക് മാറ്റാനുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ എല്ലാം സെൻറ്റിമീറ്ററിൻ്റെയും ഗ്രാമിൻ്റെയും സെക്കൻഡിൻ്റെയും ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ കിലോഗ്രാമിന് എങ്ങനെ മാറ്റാം? കിലോ നമുക്കറിയാം, കിലോ ഇസ് ഈക്വൽ ടു 1000 ആദ്യം പഠിച്ചതാണ്. സോ ഇൻ പ്ലേസ് ഓഫ് കിലോ വി ക്യാൻ റൈറ്റ് about 1000. സോ 1000 ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം ദ ഹോൾ പവർ 1. പിന്നെ മീറ്റർ എന്താണ്? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. 100 സെൻറ്റിമീറ്റർ ബൈ സെൻറ്റിമീറ്റർ ഹോൾ പവർ 1. പിന്നെ സെക്കൻഡ് ബൈ സെക്കൻഡ്, 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് ദ ഹോൾ പവർ -2. ഇപ്പോൾ ഗ്രാമും സെൻറ്റിമീറ്റർ നമുക്ക് വെട്ടിക്കളയാം, സെക്കൻഡ് വെട്ടിക്കളയാം. സോ 1000 × 100 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 പവർ 5 എന്ന് കിട്ടും, റൈറ്റ്? 10 പവർ 5. അപ്പോൾ n2ൻ്റെ വില അഥവാ സി ജി എസിലെ യൂണിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 റേസ് ടു 5 ആണ്. അപ്പോൾ എസ് ഐ സിസ്റ്റത്തിൽ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് സി ജി എസിൽ 10 റേസ് ടു 5 യൂണിറ്റ് വരും. ആ യൂണിറ്റിൻ്റെ പേരാണ് ഡൈൻ, DYNE. അപ്പോൾ സി ജി എസിൽ ഫോഴ്സിൻ്റെ യൂണിറ്റിൻ്റെ പേരാണ് ഡൈൻ. നമ്മൾ എസ് ഐയിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറയുന്ന പോലെ സി ജി എസ് അതിൻ്റെ പേര് എന്താണ്? ഡൈൻ എന്നാണ്. പക്ഷേ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര വരും? 10 റേസ് ടു 5 ഡൈൻ എന്ന് വരും. ഓക്കെ, സോ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10 റേസ് ടു 5 ഡൈൻ. സോ ദിസ് വേ വി ക്യാൻ കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. നമുക്കൊരു യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. പിന്നെ അടുത്ത ആപ്ലിക്കേഷൻ, തേർഡ് ആപ്ലിക്കേഷൻ, ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. If the period of oscillation of a simple pendulum depends on length, mass and acceleration due to gravity, derive the relation between physical quantities. അതായത് വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിനെയും മാസിനെയും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ആശ്രയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ റിലേഷൻ എന്താണ്? അതായത് ടി എന്ന് പറയുന്നത് ലെങ്ത്തിനെയും മാസിനെയും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ആശ്രയിക്കുന്നു, അഥവാ അവയ്ക്ക് ആനുപാതികമാണ്. അപ്പോൾ അവയ്ക്ക് ആനുപാതികമാണ് എന്നതിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതാൻ പറ്റുക? ടി ഈസ് പ്രൊപ്പോർഷണൽ ടു LmG, ലെങ്ത്ത്, മാസ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം. ഇത് പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ ആണ്. പക്ഷേ ഹൗ ആൻഡ് വിച്ച് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെ, ഏതൊക്കെ? അപ്പോൾ ഏതൊക്കെ എന്നതിൻ്റെ ഉത്തരമാണ് എന്ത്? ലെങ്ത്തും മാസും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഹൗ എന്നതിൻ്റെ ഉത്തരമാണ് എന്ത്? ഈ പവർ എയും ബിയും സിയും. അപ്പോൾ ലെങ്ത്തിൻ്റെ പവർ നമുക്കറിയില്ല, മാസിൻ്റെ പവർ അറിയില്ല, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പവർ നമുക്കറിയില്ല. അതുകൊണ്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ABC എന്ന് കൊടുത്തു. ഹൗ ആൻഡ് വിച്ച്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾ മാറ്റുകയാണ്. സാധാരണ ഫിസിക്സ് നമ്മൾ എല്ലായ്പ്പോഴും ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഇക്വാലിറ്റി റിലേഷനാക്കി മാറ്റും. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾ ഇക്വാലിറ്റി ആക്കി മാറ്റുന്ന സമയത്ത് വി വിൽ മൾട്ടിപ്ലൈ ദിസ് വിത്ത് എ കോൺസ്റ്റന്റ്. ദിസ് കെ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കോൺസ്റ്റന്റിന്റെ വില എത്രയാണെന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യാം. ദെൻ ടേക്കിംഗ് ഡയമെൻഷൻസ്. ഇനി നമുക്ക് ഡയമെൻഷൻസ് നോക്കാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻസ്. സോ ഓൺ ദി LHS ടി തന്നെയുള്ളത്. ഓൺ ദി RHS ലെങ്ത് ഓഫ് ദി പെൻഡുലം അല്ലെ, സ്മോൾ L ആണ്. സോ ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ ടേമിലാകുന്ന സമയത്ത് വി ക്യാൻ റൈറ്റ് ഇൻ ക്യാപിറ്റൽ L. സോ L റൈസ് ടു A.
പിന്നെ വരുന്നത് മാസ്, ലെങ്ത്തും മാസും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് പറയുന്നത്. മാസ് വന്ന സമയത്ത് ക്യാപിറ്റൽ എം എഴുതാം ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ, എം റേസ് ടു ബി എന്ന് എഴുതാം. പിന്നെ വരുന്നതാണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലേഷൻ്റെ ഡയമെൻഷൻ എന്താ നമുക്കറിയാം, ഡയമെൻഷൻ ഫോമുല നമുക്കറിയാം, എന്താണ് എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. സോ ജി റേസ് ടു സി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ജി ഡയമെൻഷൻ്റെ ഫോമുല എന്ന് പറയുന്നത് എൽ ടി റേസ് ടു മൈനസ് 2 ദ ഹോൾ റേസ് ടു സി. ഇതിന് നമുക്ക് മാറ്റി എഴുതാം എങ്ങനെ, എൽ റേസ് ടു എ, എം റേസ് ടു ബി, പിന്നെ എൽ റേസ് ടു സി, ടി റേസ് ടു മൈനസ് 2c. ഇപ്പോൾ എല്ലിന് 2 തവണ വന്നതുകൊണ്ടും ഇങ്ങനെ മാറ്റി എഴുതാം, എൽ റേസ് ടു എ പ്ലസ് സി. എൽ റേസ് ടു എയും ഉണ്ട്, എൽ റേസ് ടു സിയും ഉണ്ട്. സോ എൽ റേസ് ടു എ പ്ലസ് സി, എം റേസ് ടു ബി, ടി റേസ് ടു മൈനസ് 2c ഇങ്ങനെ മാറ്റി എഴുതാം. ദെൻ ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ് ഓൺ ഈച്ച് സൈഡ്, ഓരോ രണ്ട് സൈഡിലുള്ള ഡയമെൻഷൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എൽ എച്ച് എസിൽ എന്ത് മാത്രമേ ഉള്ളൂ, ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് എഴുതാം, എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 ഈസ് ഈക്വൽ ടു എം റേസ് ടു ബി, എൽ റേസ് ടു എ പ്ലസ് സി, ടി റേസ് ടു മൈനസ് 2c. സോ വി ക്യാൻ കമ്പയർ ദ പവേഴ്സ് ഓഫ് മാസ് അല്ലേ. ഇവിടെ എം റേസ് ടു 0, ഇവിടെ എം റേസ് ടു ബി. അപ്പോൾ എന്ത് എഴുതാം, ബി ഈസ് ഈക്വൽ ടു 0. അതുപോലെ വി ക്യാൻ കമ്പയർ ദ പവേഴ്സ് ഓഫ് എൽ. എൽ റേസ് ടു 0 ഈക്വൽ ടു എൽ റേസ് ടു എ പ്ലസ് സി, അഥവാ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അടുത്തത് ടി റേസ് ടു 1, ടി റേസ് ടു മൈനസ് 2c, അഥവാ മൈനസ് 2c ഈസ് ഈക്വൽ ടു 1 ഓർ സി ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ ഏതെല്ലാം കിട്ടി നമുക്ക് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, സി ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടി, പക്ഷേ എ കിട്ടിയിട്ടില്ല. ബട്ട് എ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. എ പ്ലസ് സി ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2, മൈനസ് ഓഫ് മൈനസ് ഈസ് പ്ലസ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 1/2 ഓർ എ ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് നേരത്തെ ആദ്യം എഴുതിയ ഇക്വേഷനിൽ എല്ലിൻ്റെയും എമ്മിൻ്റെയും ജിയുടെയും പവേഴ്സ് എ ബി സി എന്ന് എടുത്തു. ഇപ്പോൾ ആ എയുടെയും ബിയുടെയും സിയുടെയും വില കണ്ടു. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു 1/2, m raised to 0 and g raised to minus 1/2. Okay. Therefore, again this can be written as what, k into 1 by l raised to 1/2 is nothing but what, root l into m raised to 0, a raised to 0 is 1, right? So into 1 into g raised to minus 1/2. g raised to minus 1/2 എന്ന് പറയുമ്പോൾ it is 1 by റൂട്ട് ജി ആണ്, നമുക്കറിയാം, നേരത്തെ പഠിച്ചാണ്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് എൽ ബൈ റൂട്ട് ജി. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് മാറ്റി എഴുതാം. സോ ദിസ് ഈസ് ഹൗ ദ ടൈം പീരിയഡ് ഈസ് റിലേറ്റഡ് ടു ലെങ്ത് ആൻഡ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമ്മുടെ അസംഷൻ എന്തായിരുന്നു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലെങ്ത്, മാസ്, അതുപോലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള അസംഷൻ. ബട്ട് ഇൻ റിയാലിറ്റി വി ഹാവ് ഫൗണ്ട് ദാറ്റ് the time period of oscillation does not depend on the mass of the pendulum or mass of the bob. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അസംഷൻ അങ്ങനെ ആയിരുന്നെങ്കിലും അവസാനത്തെ ഇക്വേഷൻ എന്തില്ല, മാസിന് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. സോ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഇസ് ദി ആൻസർ. നൗ ദർ ആർ സം ലിമിറ്റേഷൻസ് ഫോർ ദി ഡയമെൻഷൻ അനാലിസിസ്. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തെല്ലാം ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. By this method, the value of dimensionless constant cannot be calculated. Dimensionless ആയിട്ടുള്ള physical quantity നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. By this method, the value of dimensionless constant cannot be calculated. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി നമുക്ക് ഈ രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റില്ല. Then by this method, equation containing trigonometric, exponential and logarithmic terms cannot be analyzed. ഇപ്പോൾ ചില ഇക്വേഷനുകൾ സൈൻ ഒമേഗ അല്ലെങ്കിൽ സൈൻ കോസ് ടാൻ ഒക്കെ ഫംഗ്ഷൻ വരാറുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് നമുക്ക് ഈ അനാലിസിസ് പറ്റില്ല. പിന്നെ എക്സ്പൊണൻഷ്യൽ ടേം, അതായത് ഇ റേസ് ടു കെ എക്സ്, ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ് ഒക്കെ ടേംസ് വരാറുണ്ട്. അവിടെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ലോഗരിതമിക് ടേംസ്, അതായത് ലോഗ് എ ബൈ ബി അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ടേംസ് വരികയാണെങ്കിൽ അവിടെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. Then third one, if a physical quantity in mechanics depends on more than 3 factors, then relation among them cannot be established because
we can have only 3 equations by equalizing the powers of m, l and t. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാസും ലെങ്ത്തിനും ടൈമും പുറമെ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് ഈ അനാലിസിസ് വഴി കറക്റ്റായിട്ടുള്ള റിലേഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ മാസും ലെങ്ത്തും ടൈമും ഇൻവോൾവ് ആയ കേസിൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർത്ത് വൺ, ഇറ്റ് ഡസൻ ടെൽ വെദർ ദ ക്വാണ്ടിറ്റി ഈസ് എ വെക്റ്റർ ഓർ സ്കേലർ. അപ്പോൾ വെക്റ്റേഴ്സും സ്കേലേഴ്സും നമ്മളെന്താ പഠിക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫൈനലി ഇറ്റ് ഡിമാൻഡ്സ് ഗസ്സിംഗ് ദ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ്. ഇപ്പോൾ തൊട്ടുമുമ്പ് ചെയ്ത എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, ദ ടൈം പീരിയഡ് ഓഫ് എ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞിട്ട് ലെങ്ത്തിനെയും മാസിനെയും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ആശ്രയിക്കുന്നത് നമ്മൾ ഊഹിക്കുകയാണ്, റൈറ്റ്. അപ്പോൾ അവസാനം നമ്മൾ കണ്ടു എന്താണ്, മാസിനെ അത് ആശ്രയിക്കുന്നില്ല, കാര്യം m⁻0 എന്നാണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഊഹിച്ചിട്ടാണ് ഈ റിലേഷൻസ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഡിമാൻഡ്സ് ടു മച്ച് ഓഫ് ഗസ്സിങ്, അതൊരു പോരായ്മയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണം നേരത്തെ ഗസ് ചെയ്ത സമയത്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ കറക്റ്റായി വരില്ല. അപ്പോൾ ദിസ് മെത്തേഡ് ഡിമാൻഡ്സ് ടു മച്ച് ഓഫ് ഗസ്സിങ്, അതിൻ്റെ ഒരു പോരായ്മയാണ്. So with this we are winding up here. Thank you for watching.